Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തു. രണ്ട് ഫോംസ് നമ്മൾ പറഞ്ഞു അല്ലേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി, അതുപോലെ തന്നെ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വി സ്ക്വയർ അല്ല വൈ സ്ക്വയർ. ഓക്കെ, രണ്ട് ഇക്വേഷൻസും പറഞ്ഞു. അപ്പം ഇനി നമുക്ക് ആക്സിലറേഷൻ ഡെറൈവ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് ഡെറൈവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സർക്കുലർ മോഷനിൽ അതിൻ്റെ ഫുഡ് പെർപെൻഡിക്കുലേഴ്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് കൂടെ കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിനകത്ത് നിന്ന് ആക്സിലറേഷൻ ഡെറൈവ് ചെയ്യാം. അപ്പം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഡിനോട്ട് ചെയ്യുന്ന വെച്ചാണ് ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ആണ്. എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയോ? വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഞാൻ വെലോസിറ്റി ഡിഫറൻഷ്യേഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ മനസ്സിലായി കാണും. പിന്നെ നിങ്ങൾ 10th പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ നിങ്ങൾ +2 ആയതുകൊണ്ട് ഏകദേശം ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഡി വി ബൈ ഡി ടി എന്നാണ് ആക്സിലറേഷൻ്റെ ഫോം. അപ്പം എനിക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ വിത്ത് റെസ്പെക്ട് ടു എനിക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി എന്തോ നമ്മൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഒമേഗ കോസ് ഒമേഗ ടി. ശരിയല്ലേ? അപ്പം ഇത്രയും ശ്രദ്ധിച്ചേ. ഈ എ ഒമേഗ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇത് ആംപ്ലിറ്റ്യൂഡിനെ കാണിക്കുന്നു. ഒമേഗ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോസ് ഒമേഗ ടിയെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കോസ് ഒമേഗ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ചെയിൻ റൂൾ നമ്മൾ +2 ടോപ്പിക്ക് പഠിക്കുന്നതാണ്. ഡിഫറൻസിയേഷൻ തന്നെയാണ്, പക്ഷേ നമ്മൾ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫോമിൽ വരുവാണെങ്കിൽ ചെയ്യേണ്ട ഒരു റൂളുണ്ട്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യത്തില്ല, ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ഇനി കോസ് ഒമേഗ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതാം, പക്ഷേ ഞാൻ നേരിട്ട് എഴുതാൻ പോവാം. അപ്പോൾ കോസ്, അപ്പോൾ നമ്മൾ ആദ്യം ഓർക്കണം, കോസിൻ്റെ ഡിഫറൻഷ്യൽ വാല്യൂ എന്താണ്? മൈനസ് സൈൻ ആണ്. അപ്പോൾ മൈനസ് സൈൻ, ഇനി അതിൻ്റെ അകത്ത് മറ്റിടത്ത് എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസ് എന്താണ്? ഒമേഗ ടി ആണ് കിടക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് മൈനസ് സൈൻ ഒമേഗ ടി. ഇനിയും ഒമേഗ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എന്താണ്? നമുക്ക് ഒമേഗ തന്നെ കിട്ടും, കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് ടി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ കാരണം ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മറ്റേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടിയെ മാത്രം ഡിഫറൻഷ്യേറ്റ് എന്ന് വെച്ചാൽ 1 വരും. അതുകൊണ്ട് ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ എന്താണ്? 2 ഒമേഗ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? എ ഒമേഗ സ്ക്വയർ മൈനസ് എ ഒമേഗ സ്ക്വയർ. ഓക്കെ, മൈനസ് സൈൻ ഉണ്ട്. മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. ശരിയല്ലേ? ഇതാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ഇവിടെ എഴുതുവാണ്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നല്ല നമ്മൾ എടുത്തത്. അപ്പം ഇതിനകത്തുനിന്ന് എനിക്ക് എ സൈൻ ഒമേഗ ടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ അല്ലേ? എങ്ങനെ ഉണ്ടല്ലേ? ഒരു എ സൈൻ ഒമേഗ ടി, ഇതെല്ലാം മൾട്ടിപ്പിളാണ്, ശ്രദ്ധിച്ചാൽ മതി. എ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ മൈനസ് സൈനും ഒമേഗയും വേറെ ഒമേഗ, അപ്പോൾ ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ചിന്തിക്കുക. അപ്പോൾ എ സൈൻ ഒമേഗ ടി നമുക്ക് വരും. എ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് വൈ ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്കിതിന് പകരം ഇങ്ങനെ വേണേൽ കൊടുക്കാം. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു മൈനസ് വൈ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ? ഈ വൈക്ക് പകരം എക്സ് കൊടുക്കാം. അതിൻ്റെ റീസൺ ഞാൻ നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞത് സർക്കുലർ മോഷനെ കുറിച്ച് പറയുമ്പം സർക്കുലർ മോഷനെ സിമ്പിൾ ഹാർമോണിക് മോഷനെ റിലേഷൻ തമ്മിൽ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഒമേഗ സ്ക്വയർ, അതൊരു ഇക്വേഷൻ. അതുപോലെ തന്നെ എ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ 2 ഫോംസ് ഓർത്ത് വയ്ക്കുക. നമ്മുടെ വെലോസിറ്റിക്ക് ഇതുപോലെ 2 ഫോംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ്റെ കാര്യമായി, ഇനിയും വെലോസിറ്റിയുടെ കാര്യമായി. ഇനിയും ഇതൊക്കെ മാക്സിമം വരുന്ന എപ്പോഴാണെന്ന് ചിന്തിക്കാം. ഞാൻ അത് എഴുതത്തില്ല, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മാക്സിമം എപ്പോഴാണ് വരുന്നത്? ഓക്കെ, ഇത് സൈനും കോസും ആണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് അല്ലേ? ശ്രദ്ധിച്ചല്ലോ? അതുപോലെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കോർഡിനേറ്റ് രീതിയിലുള്ളത് എഴുതിയിട്ടുണ്ടല്ലോ. നോക്കി, വൈ കോർഡിനേറ്റ് ഇല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആവുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എ ഒമേഗ കിട്ടും അല്ലേ? ശരിയല്ലേ? അപ്പം എന്നുവെച്ചാൽ വൈ ഇസ് ഈക്വൽ ടു 0 ആവണം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, കോസ് ഫംഗ്ഷൻ. അപ്പോൾ കോസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താവണം?
ഒമേഗ ടി എന്ന് പറയുന്നത് 0 ആണ്. കാരണം കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കോസിന് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടാൻ ചാൻസ് ഉള്ളത് 1 ആണ് അല്ലേ. ഞങ്ങൾ കോംപ്ലക്സ് ആക്കാൻ വേണ്ടി പറയല്ല, പക്ഷേ നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ കോസ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സൈൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ടു 1 -1 ആണ്. അതുപോലെ തന്നെ കോസിൻ്റെയും -1 ആണ് അതിൻ്റെ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂസിൻ്റെ എത്ര വാല്യൂ കിടക്കുന്നുണ്ട്, ഇത് ഒരു നമ്മൾ പറഞ്ഞല്ലോ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം 0 to π, ഈ പൈ എന്ന് പറഞ്ഞാൽ റേഡിയനാണ്, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. 0 to π എന്ന് പറഞ്ഞാൽ 180, പിന്നെ π to 360, അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു 360 ഡിഗ്രി വരെയുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ബാക്കിയല്ല അതിൻ്റെ മൾട്ടിപ്പിൾസാണ്, അതിന് റിപ്പറ്റീഷനാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ സൈൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ -1 അടുത്ത് ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് റിസ്ട്രിക്റ്റഡാണ്. ഈ വാല്യൂസ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞ പോലെ അപ്പോൾ കോസ് ഒമേഗ ടിക്ക് ഏറ്റവും മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ 1 ആണ്. അങ്ങനെ വന്നാലല്ലേ ഈ വെലോസിറ്റി മാക്സിമം ആകത്തുള്ളൂ എന്നല്ലേ പറഞ്ഞ അർത്ഥം. എന്ന് വെച്ചാൽ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താവണം, 0 ആയിട്ട് മാറണം. ഒമേഗ ടി 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക, ഒമേഗ ടി 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓക്കെ, ഒമേഗ ടി 0 ആണെങ്കിൽ എന്ത് ചെയ്യണം ചിന്തിക്കാം. അപ്പം അങ്ങനെ നമ്മൾ കറസ്പോണ്ടിങ് ഫംഗ്ഷനായിട്ട് ചിന്തിക്കുക. ഒമേഗ ടി 0 ആണെന്നുണ്ടെങ്കിൽ ഒമേഗ ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമുക്കറിയാം കോസ് 0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണെന്നറിയാം. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ കോസ് 0 ഇല്ലെങ്കിൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് എ ഒമേഗ ആയിരിക്കും ഇതിൻ്റെ വെലോസിറ്റി കറസ്പോണ്ടിങ് വാല്യൂ കിട്ടുന്നത്. അപ്പുറത്ത് ഇതുപോലെ തന്നെ എന്തെങ്കിലും എ ഒമേഗ കിട്ടും എപ്പോഴും y = 0 ആകുമ്പോൾ, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ഓക്കെ. അതുപോലെ തന്നെ വെലോസിറ്റിയുടെ കേസ് നോക്കാം, ആക്സലറേഷൻ്റെ കേസ് നോക്കാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന ഒരു സൈൻ ഫംഗ്ഷനാണ് ഡിറ്റർമൈൻ ചെയ്യും. ഇവിടെ ഒരു കോസ് ഫംഗ്ഷൻ ആണല്ലേ, ഒരു കോസ് അല്ലേ സൈൻ വന്നേക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ സൈൻ ഫംഗ്ഷനാണ്. സൈൻ ഫംഗ്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്തേക്കുന്നത്, സൈൻ ഓഫ് ഒമേഗ ടി എന്ന് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അതെപ്പോൾ π/2 എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. അപ്പം ഒമേഗ ടി എന്ന് പറഞ്ഞാൽ π/2 ആവണം എന്നതിനർത്ഥം. അപ്പോൾ അതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ടിയും ഒമേഗയും കറസ്പോണ്ടിങ് ആയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പക്ഷേ ഇവിടെ മൈനസ് സൈൻ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ സൈനിന് മൈനസ് നെഗറ്റീവ് വരണം. അപ്പോൾ മൈനസ് നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ്, ഒമേഗ നോക്കൂ, നമ്മൾ ഈ ട്രയാങ്കിൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ π/2 പറയുന്നത്. π/2 എന്ന് പറയുന്നത് സൈന് 1 വാല്യൂ ആണെങ്കിൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 3π/2 എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ സൈൻ 3π/2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടും, a ω² കിട്ടും അല്ലേ. അപ്പോൾ അതായിരിക്കും എൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് 3π/2 തുല്യമായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ എങ്ങനെ മാക്സിമം ആവുന്നത്, y എന്ന് പറയുന്നത് എയ്ക്ക് തുല്യമാവണം അല്ലേ. അപ്പോൾ അതിന് അർത്ഥം എന്താണ്, ആക്സലറേഷൻ ബിക്കംസ് മാക്സിമം, ദ ആക്സലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വെലോസിറ്റി നോക്കൂ, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതിന് a ഒമേഗ കോസ് ഒമേഗ ടി, ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം ആക്സലറേഷനും വെലോസിറ്റി എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഏറ്റവും കുറവാണെങ്കിൽ മാത്രമേ വെലോസിറ്റി മാക്സിമം ആകത്തുള്ളൂ. പക്ഷേ ആക്സലറേഷൻ്റെ കേസിൽ എന്താണ്, ആക്സലറേഷൻ്റെ കേസിൽ y എന്ന് പറയുന്നത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആവണം. നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആവുകയാണെങ്കിൽ എന്തായിട്ട് മാറും, y എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് പറയും. അപ്പം ഇത്രയാണ് ഈ ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് ജസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ 2 ഡെറിവേഷനും നമ്മൾ രീതി പഠിക്കുക. അതെന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സെക്ഷനാണ്. ഇനി ഫ്ലൂയിഡ് പെർപെൻഡിക്കുലർസിൻ്റെ കേസിലേക്ക് നമുക്ക് കടക്കാം.